ഞാൻ പ്രദീപ് മേച്ചേരി. ഇന്ന് ശ്രീ ശങ്കരാചാര്യ ജയന്തിയാണല്ലോ. അപ്പൊ ശങ്കരാചാര്യരെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാന്ന് വിചാരിച്ചു. ഒന്ന് കേട്ടു നോക്കൂ. ദേവന്മാരെല്ലാവരും കൂടി കൈലാസത്തിലേക്ക് ചെന്നു. അപ്പോ ആ കാലഘട്ടത്തില് ഇപ്പൊ ബുദ്ധമതത്തിന് കൂടുതൽ പ്രാധാന്യമുള്ള ഒരു കാലം, വൈദിക മതത്തിനോ അല്ലെങ്കിൽ വേദങ്ങൾക്കൊക്കെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അപ്പൊ ദേവന്മാരൊക്കെ കൂടി കൈലാസത്തിൽ ചെന്ന് മഹാദേവരോട് പറഞ്ഞു, നമുക്ക് ഈ വേദവും വൈദിക മതമൊക്കെ ഒന്ന് ഉയരണം, അതിന് ഒരു പ്രാധാന്യം വരണം. ഇപ്പൊ അത് കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ മഹാദേവർ പറഞ്ഞു, അത് ശരിയാക്കാം. ഞാൻ എൻ്റെ തന്നെ പേരോട് കൂടി ശങ്കരൻ എന്നുള്ള ഒരു പേരില് ഞാൻ അവതരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കൂട്ടായിട്ട് നിങ്ങളൊക്കെ ജനിക്കണം എന്നൊക്കെ ആയിട്ട് ശിവൻ പറയും. അപ്പൊ ആ സമയത്ത് ഒരു ദേവേന്ദ്രൻ സുധന്വാവ് എന്ന് പേരിട്ടുള്ള ഒരു രാജാവായിട്ട് ഇങ്ങനെ രാജ്യം ഭരിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ സദസ്സിലുള്ള ഒരു വിദ്വാനാണ്, അതിന് നല്ല അറിവുള്ള ഒരു പണ്ഡിതരായിട്ടുള്ള ഒരാളാണ് കുമാരില ഭട്ടൻ. അപ്പൊ അവിടെയുള്ള മറ്റുള്ള ആ ബ്രാഹ്മണൻ മറ്റുള്ള വിദ്വാൻമാരെയൊക്കെ തർക്കത്തിന് തോൽപ്പിക്കും. അപ്പൊ അദ്ദേഹത്തിന് എന്നാലും അവിടെയുള്ള മറ്റുള്ള വിദ്വാൻമാരായിട്ടുള്ള ആൾക്കാരൊന്നും അത്ര അംഗീകരിച്ചിരുന്നില്ല. അപ്പൊ അദ്ദേഹം ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് തല കീഴ്ക്കാൻ പാടായിട്ട് അങ്ങോട്ട് ചാടി. അപ്പൊ എന്നിട്ടും അദ്ദേഹത്തിനൊന്നും സംഭവിച്ചില്ല. അപ്പൊ അതൊക്കെ കാണിച്ചപ്പോ അവര് പറഞ്ഞു, ഇത് ഒരു കൺകെട്ട് വിദ്യയാണ്, ഇതൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റണ ഒരു കാര്യമാണ്, അത്ര വലിയ കാര്യമൊന്നും അല്ലത് എന്നുള്ളതൊക്കെ ആയിട്ട് പറഞ്ഞു. ഒരു രാജാവ് ഒരു കുടത്തില് ഒരു പാമ്പിനെ ആക്കി അത് കുടമൊക്കെ അടച്ച് വെച്ചു. എന്നിട്ട് അവിടെയുള്ള എല്ലാ വിദ്വാൻമാരോടും ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇതിലെന്താണ്? ഇപ്പൊ രാവിലെയാണ് ചോദിച്ചത്. ഒരു വൈകുന്നേരം വരെ കുറെ ആലോചിച്ച് അവര് പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ പാമ്പാണ്. അവ കുമാരില ഭട്ടനോട് ചോദിച്ചു, എന്താണിത്? അവ കുമാരില ഭട്ടൻ പറഞ്ഞു, ഇതിന്റെ ഉള്ളിൽ ശേഷചായി ആയിട്ട് മഹാവിഷ്ണുവാണ്. അപ്പൊ എന്നിട്ട് തുറന്നു നോക്കിയപ്പോ അതില് മഹാവിഷ്ണുവാണ്. അപ്പൊ ഇത് കണ്ടതോടുകൂടി എല്ലാവർക്കും വലിയ ബഹുമാനായി. ഇതുവരെ ബഹുമാനം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്. ഇത് കണ്ടതോടുകൂടി അദ്ദേഹത്തിന് വലിയ ബഹുമാനം. അത് മാത്രമല്ല, രാജാവ് ഒരു ബുദ്ധവിശ്വാസത്തിലുള്ള ഒരു രാജാവായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ വൈദിക മതത്തിൽ താല്പര്യമായിട്ട് ആ ഒരു മതത്തിലേക്ക് മാറുകയും ചെയ്തു. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തില് കാലടി അടുത്തൊരു ഇല്ലത്ത് ശിവഗുരു എന്ന് പറഞ്ഞൊരു ബ്രാഹ്മണനും, അപ്പൊ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ആര്യാംബിക. ഇവര് രണ്ടുപേർക്കും കുട്ടികളില്ല. അപ്പൊ കുട്ടികൾ ഉണ്ടാവാൻ വേണ്ടി അവര് ശിവനെ പ്രാർത്ഥിക്കുകയാണ്. കുറെ കാലം അങ്ങനെ ശിവനെ പ്രാർത്ഥിച്ചു. അപ്പൊ ശിവൻ പ്രത്യക്ഷപ്പെട്ടിട്ട് ശിവൻ പറയാം, നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ആയുസ് കുറഞ്ഞിട്ടുള്ള ഒരു പുത്രൻ, എല്ലാവിധ വേദശാസ്ത്രം എല്ലാ കാര്യങ്ങളും നല്ല അറിവുള്ള ഒരു പുത്രനായിരിക്കും, പക്ഷെ ആയുസ് കുറവാകും. ഒന്നുകിൽ അങ്ങനെയുള്ള ഒരു പുത്രൻ ആവാം, അതല്ലാന്ന് വെച്ചാൽ അത്ര കഴിവൊന്നുമില്ലാത്ത ഒരു പുത്രൻ, ധാരാളം ആയുസ്സുള്ള ഒരു പുത്രനാവാം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാ അറിവുമുള്ള ഒരു പുത്രൻ ഉണ്ടായാൽ മതി. അപ്പൊ അങ്ങനെ ഒരു അങ്ങനെയുമ്പോഴേക്കും മഹാദേവൻ ഇവരുടെ ഗർഭത്തിൽ വന്ന് ഒരു 10 മാസം കഴിഞ്ഞ് പ്രസവിച്ചു. അപ്പൊ പ്രസവിച്ച സമയത്ത് ദേവന്മാരൊക്കെ പുഷ്പവൃഷ്ടി ചെയ്തു. ദേവരല്ലേ അവതാരമായിട്ട് വന്നിരിക്കണേ. അപ്പൊ അങ്ങനെ വന്ന് ഒരു 4 വയസ്സൊക്കെ ആയപ്പോഴേക്കും വേദങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ശങ്കരാചാര്യ പഠിച്ചു. ഈ സമയത്ത് ബ്രഹ്മാവ് മണ്ഡനമിശ്രൻ എന്നുള്ള പേരില് ഭൂമിയിൽ അവതരിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് ഒരു മഹർഷി വേദമൊക്കെ പറയുമ്പോ അതിന്റെ ഇടയിൽ ചില തെറ്റുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ശ്രീ സരസ്വതി ചൂണ്ടിക്കാണിക്കും. അപ്പൊ അത്
കേട്ടപ്പോ സരസ്വതി ഈ മഹർഷി ശപിക്കും, എന്തായാലും ഭൂമിയിൽ പോയി ജീവിക്കാൻ അയാളെ വരട്ടെ. അപ്പൊ സരസ്വതി അപ്പൊ ആ സമയത്ത് ഭൂലോകത്തിൽ ജനിക്കും. അപ്പൊ ഉദയഭാരതി എന്നുള്ള പേരിലാണ് സരസ്വതി ഒന്ന് ജനിക്കണം. അപ്പൊ ഈ മണ്ഡന മിശ്രൻ ഈ ഉദയഭാരതി വിവാഹം കഴിച്ച് കർമ്മമാർഗങ്ങളെ കുറിച്ച് ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് മറ്റുള്ള പല ദേവന്മാരും ഓരോരോ പേരുകളിൽ ഭൂമിയിൽ ജനിക്കുകയൊക്കെ ഉണ്ടായി. 4 വയസ്സ് കഴിഞ്ഞ് 5-ാമത്തെ വയസ്സായപ്പോഴേക്കും ഉപനയനം കഴിഞ്ഞു, മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്തു. അപ്പൊ അതിന്റെ കൂട്ടത്തില് വേദാധ്യയനവും കഴിഞ്ഞു. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരിക്കൽ ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നപ്പോ ആ ബ്രാഹ്മണ ഗൃഹത്തിൽ ചെന്നപ്പോ അവർക്ക് വല്ലാത്തൊരു ദാരിദ്ര്യമാണ്, ഒന്നുമില്ല കയ്യില്. അപ്പൊ അവരങ്ങനെ നോക്കി വന്നപ്പോ ഒരു ഉപ്പിലിട്ട നെല്ലിക്ക ഇവര് ശങ്കരന് കഴിക്കാനായിട്ട് കൊടുത്തു. അപ്പൊ അത് കൊടുത്തപ്പോ അദ്ദേഹം ആ നെല്ലിക്ക തിന്ന് കുറച്ച് വെള്ളവും കുടിച്ചു. അതിനുശേഷം അദ്ദേഹം കനകധാരാസ്തവം ചൊല്ലി ലക്ഷ്മി ദേവിയെ സ്തുതിച്ചു. അപ്പൊ ലക്ഷ്മി ദേവി പ്രത്യക്ഷമായി. അപ്പൊ ഇവർക്ക് വല്ലാത്ത ദാരിദ്ര്യം ബുദ്ധിമുട്ടും ഒക്കെയാണ്, ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവി പറയും, ജന്മത്തിലത്തെ ദുരിതം അനുഭവിക്കാണ്ട് പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെയൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നത്. അപ്പൊ ശങ്കരാചാര്യ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്താൽ മതി, ഇപ്പൊ എനിക്ക് നെല്ലിക്ക് ഇതൊക്കെ തന്നില്ല, അതിന്റെ ഫലം ആയിട്ടെങ്കിലും അവർക്ക് ജീവിക്കാനുള്ളത് പ്രദാനം ചെയ്യണം എന്ന് പറഞ്ഞ അങ്ങനെ. അപ്പൊ ആ സമയത്ത് സ്വർണ്ണ നെല്ലിക്ക ആ ഇല്ലത്ത് വീണു എന്നാണ് കഥ. അപ്പൊ അങ്ങനെ അപ്പൊ തുടർന്നുള്ള ഭാഗങ്ങൾ വേറൊരു അവസരത്തില് പറയാം. എല്ലാവരും കേട്ട ആൾക്കാര് അഭിപ്രായം രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിചാരിക്കണം.